ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള SJ ഡിസൈൻസ് എന്ന് പറയുന്ന റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അവരുടെ ഓണം കളക്ഷൻ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ മുന്നിട്ട വീഡിയോ കുറച്ച് പേര് കണ്ടിട്ട് ഒന്ന് രണ്ട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈയും കൂടെ ഈ വീഡിയോയിൽ തരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള ഭാഗമാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ ചെറിയൊരു കടയാണ്, 3 ഫ്ലോറായിട്ടാണ് ഷോപ്പ്. കയറി ചെല്ലുന്ന സെക്ഷനാണിത്. ഇവിടെ നിറച്ച് സീക്വൻസും വർക്കൊക്കെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് ബാക്കിയുള്ള ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും അഫോർഡബിൾ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് ഇരിക്കുന്നത്. ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്നുള്ളത് ഈ വീഡിയോയിൽ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കടയിൽ തിരക്കുണ്ട് ഓണത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവർക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള സമയം കുറവായിരുന്നു കേട്ടോ. എന്നാലും പറ്റാവുന്ന അത്ര ഇൻഫർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ത്രെഡ് സിറ്റിയുടെ ബാക്കിൽ അതിൻ്റെ അടുത്ത് തന്നെ മൈലാഞ്ചി പറഞ്ഞിട്ടൊരു എമർജൻസി സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്. അതിൻ്റെ നിയറസ്റ്റ് വരുന്ന ഷോപ്പാണ് കേട്ടോ SJ ഡിസൈൻസ്. ഓക്കെ, ഇവരെങ്ങനെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്പറും പറയുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് മുകളിലേക്ക് കയറുകയാണ്. ഈ കോണിയുടെ സൈഡിലൊക്കെ തുണികൾ കംപ്ലീറ്റ്ലി മെസ്ഡപ്പ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. മുന്നേ ഞാൻ വന്നപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഷോപ്പ് ഉണ്ടായിരുന്നത്. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ടും അവർക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും കേട്ടോ ഷോപ്പ് അങ്ങനെ കിടക്കുന്നത്. അതുപോലെ വലിച്ചു മാറിയിട്ടിട്ടാണ് തുണികളൊക്കെ കിടക്കുന്നത്. ആ സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തുണികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പല തരത്തിലുള്ള ഫാബ്രിക്സ് ഉണ്ട്. നമുക്കൊരു മനസ്സിലൊരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ബ്രൊക്കേഡ് ഫാബ്രിക്സും പല രീതിയിലുള്ള ബനാറസി ഫാബ്രിക്സും ഓണം വൈബിൽ ഒത്തുപോകുന്ന ഫാബ്രിക്സ് ഒക്കെയാണ് കേട്ടോ. താഴെ ഇരിക്കുന്ന ബനാറസി ഫാബ്രിക്സിനൊക്കെ മീറ്റർ റേറ്റ് വരുന്നത് 245-250 റേഞ്ചാണ് കേട്ടോ. അത് വളരെ കുറവാണ് കമ്പയർഡ് ടു അതർ ഷോപ്സ്. ഓക്കെ, അപ്പോൾ ഇരിക്കുന്ന ഇതാകുമ്പോൾ നൈറ്റി ബിറ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു നൈറ്റി ബിറ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ മീതയിലുള്ള ഫ്ലോറിൽ പ്ലെയിൻ ഫാബ്രിക്സ് മാത്രമാണ് കേട്ടോ അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈനിങ്സ്, സാറ്റിൻ, ക്രേപ്പ്, ജോർജറ്റ്, ഷിഫോൺ, അതൊക്കെയാണ് കേട്ടോ മുകളിലുള്ളത്. മുകളിലേക്ക് കയറുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ എല്ലാ കളറും കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഗ്രീൻ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് ഉള്ളത്. 140, 150, 160 ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഒരു മീറ്ററിന് നമ്മൾ ബ്ലൗസിലേക്കൊക്കെ എടുക്കുന്ന മെറ്റീരിയലാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്, നല്ല രസമായിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വീഡിയോ ഒരു എന്താ പറയുക 8:10 എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ മറ്റുള്ളവരുടെ പ്രൈവസി ബ്രേക്ക് ആവുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് സൗകര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആളുകളുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം വെൽവെറ്റ് ഓർഗൻസയും അതിൻ്റെ റിലേറ്റഡ് ഫാബ്രിക്സ് ആണ് കേട്ടോ. വെൽവെറ്റ് ഓർഗൻസ ഭയങ്കര രസമായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇത് വെച്ച് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തുന്നിയ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ. അതിൻ്റെ നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. വൈൻ റെഡ്, ഒരു പാർട്ടി വെയറൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ വെൽവെറ്റ് ഓർഗൻസ. പിടിച്ചാൽ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. എന്നാലും അതിൻ്റെ ഒരു അതായത് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതിൻ്റെ മീറ്റർ റേറ്റ് വന്ന് 140 120 അത്രയും കുറവാണ് കേട്ടോ. പിന്നെ ഇതായിരിക്കുന്നതൊക്കെ സാറ്റിൻ്റെ പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുണ്ട്. ഇവിടെ മെസ്ഡപ്പായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു എന്താണ് നെറ്റ് ഫാബ്രിക്സ് ഉണ്ട്, ജോർജറ്റും ക്രേപ്പ്, ഷിഫോൺ, അതുപോലത്തെ പ്ലെയിൻ വെറൈറ്റീസും ലൈനിങ്സും ആണ് കേട്ടോ അതിനകത്ത് മൊത്തത്തിലുള്ളത്. അപ്പോൾ താഴേക്ക് ഞാൻ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ ഈ ലൂറക്സ് ലൈൻ പ്രിൻ്റ് വരുന്ന ഒരുപാട് തുണികളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏറെക്കുറെ ട്രെൻഡ് ഔട്ടായി. ഇത് ആ ഒരു വിഷു അതിന് മുന്നത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഭയങ്കര ട്രെൻഡിലുള്ള ഫാബ്രിക്സ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഈ സ്റ്റയറുള്ളത് കൊണ്ട് നമസ്ബി കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ ഈ ഒരു തുണിയുണ്ട്, അതിന് 170 രൂപയാണ് മീറ്റർ റേറ്റ്. ഒരു സീക്വൻസിൻ്റെ ലൈൻ ഇതിലൂടെ പോകുന്നുണ്ട്. ആ ഒരു തുണി ഞാൻ 1 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബനാറസിയുടെ തുണിയാണിത്. പട്ടുപാവാടയൊക്കെ തയ്ക്കാൻ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. അതിന് 240 റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത്. അതും കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതൊരു മിക്സ് വരുന്ന തുണിയാണ് കേട്ടോ.
കോട്ടൺ മാത്രമല്ല ഒരു ബ്ലെൻഡാണത്. ഇതിൽ പ്രിൻ്റൊക്കെ ആയിട്ട് രസമുണ്ട് കേട്ടോ. പിന്നെ റോ കോട്ടൻ്റെ തുണികളുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിൽ വർക്ക് വരുന്ന തുണികൾ, ആ ഒരു ചുങ്കിടി പോലെ കിടക്കുന്ന തുണി ജോർജറ്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് എത്രയാന്ന് പറയാനായിട്ട് ഇന്നിപ്പോൾ എനിക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ. ഇതിന് 160 ആണ്. 100 റുപ്പീസ് തൊട്ടുള്ള 90 റുപ്പീസ് തൊട്ടുള്ള കോട്ടൺ ഫാബ്രിക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഡയബിൾ ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കുറേ തുണികളുണ്ട് കേട്ടോ. ഇതിന് 90 റുപ്പീസേ ഉള്ളൂ. ആ ഒരു ബ്ലൂ ലൈൻസ് വരുന്ന പട്ടുപാവാടയ്ക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവുന്ന തുണിയുണ്ടോ, അതിന് 95 റുപ്പീസേ മീറ്റർ റേറ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ സ്കാലപ്പുള്ള സൈഡിൽ വർക്കുള്ള ലഹങ്കയ്ക്കൊക്കെ പറ്റിയ പോലത്തെ കുറേ തുണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഒരു ഫാബ്രിക് കണ്ടോ, ഇതിൽ മുന്നേ ഞാൻ പരാഗുന്ന ഒരു പീസ് എടുത്തിട്ട് എൻ്റെ ഒരു ചുരിദാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നു ബില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടില്ല. ഇതിപ്പോൾ എല്ലാവരും എടുക്കുന്ന തുണിയാണ്. അതിന് 140 160 എത്രയാണ് റേറ്റ്. ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടും ഫ്രോക്ക് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അതിൽ ആ യൂണിക്കോണിൻ്റെ പോലത്തെ കളറുള്ള തുണി 90 റുപ്പീസാണ് അവർ മീറ്റർ റേറ്റ് പറഞ്ഞത്. മറ്റേത് 350 കേട്ടോ. ഇതാണ് ഇവരെ കാർഡ്, SJ ഡിസൈൻസ്. ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യണത് പോസ്റ്റ് ഓഫീസ് റോഡിൽ നമ്മുടെ ക്വീൻ്റെയും ഓപ്പോസിറ്റ് ത്രെഡ് സിറ്റിയുടെ ബാക്കിൽ കേട്ടോ. ഇതാണ് ആ ചേട്ടൻ്റെ നമ്പർ. ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും കേട്ടോ. ആ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഓൺലൈനായിട്ട് ഇത് നിങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞത് ഓൺലൈനായിട്ട് കൊടുക്കും, പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിജിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സംഗതികൾ മേടിക്കാനുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല. ഇവിടെയുള്ള ക്രോഷിയോ ത്രെഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ഇന്ന് ഇത് പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. പിന്നെ ഇരുട്ടി ഓൾറെഡി 4 മണിക്കാണ് വന്നത്. ഇപ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വർഗീസ് കോർണറിൽ നമ്മൾ പോയായിരുന്നു. പക്ഷേ വർഗീസ് കോർണറിൽ നിന്ന് ഞാൻ വാങ്ങിയ സാധനം പൈസ കൊടുത്തിട്ട് ബില്ലും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. സാധനം കടയിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി മൺഡേ അത് പോയി തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓണം വൈബിലാണ് ഇവർ താഴേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷോപ്പ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ഇനി ഒരു പോക്കും കൂടെ പോകണമല്ലോ. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ്, രാവിലെയാണ്, വീട്ടിലാണ്. ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വീഡിയോയിൽ ആഡ് ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് SJ ഡിസൈൻസ് നിന്ന് കിട്ടിയിട്ടുള്ള കവർ. അവർക്ക് ബ്രാൻഡ് ചെയ്തിട്ടുള്ള കവറൊന്നുമല്ല. കവറുമേ കാര്യങ്ങളോ പേരോ ഒന്നുമില്ല. ഒരു ബോർഡ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് അവിടെ നിന്ന് എടുത്തിട്ടുള്ള നൈറ്റി ബിറ്റാണ് കേട്ടോ. ഇതാണ് അവരുടെ ആ കടയുടെ ഒരു സിമ്പിൾ SJ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നൈറ്റി ബിറ്റ് 175 റുപ്പീസാണ് കേട്ടോ. മീറ്റർ 175 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇത് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വാങ്ങിയിട്ട് എൻ്റെ പ്രിൻ്റ് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നൈറ്റി തുന്നാൻ വേണ്ടിയിട്ടില്ല, ടോപ്പ് അതായത് ചുരിദാർ ടോപ്പ് തുന്നുകയാണെങ്കിൽ രസം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാനത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യണമെന്നുള്ള വീഡിയോ ഒക്കെ ആസ് യൂഷ്വൽ ചെയ്യാറുള്ള പോലെ തന്നെ ഒന്നിങ്ങനെ ഡിസ്പ്ലേ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടോ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് ക്രേപ്പിൻ്റെ തുണിയാണ്. 37 രൂപയാണ് മീറ്ററിന് വരുന്ന തുണി. ഞാൻ ഈ പ്രിൻ്റ് കണ്ടപ്പോൾ, അതായത് കുട്ടികൾ ഫ്രോക്ക് ചെയ്യാനായിട്ട് രസമുള്ള പ്രിൻ്റാണെന്നുള്ളത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് 2.25 മീറ്ററേ ഉള്ളൂ. 3 മീറ്റർ തികച്ചില്ല, 2.25 മീറ്ററേ ഇതുള്ളൂ കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ തുണി എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്ക് തുന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചീത്തയാവാതെ കുറച്ച് നാൾ ഇടാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്രേപ്പിൻ്റെ തുണി വെച്ച് കുട്ടികൾക്ക് ഫ്രോക്ക് തുന്നിയാനുള്ള ഗുണം. പിന്നെ നമ്മൾ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതാണ് ഓണത്തിന് കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കുട്ടികൾ പറയുമ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, അനിയത്തിമാരുടെ കുട്ടികളുണ്ട് കേട്ടോ. 95 റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ്. ഇതൊരു 5 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട് റാൻഡമായിട്ട്. ഇത് തികയില്ല വെച്ചാൽ ഇനിയും എടുക്കേണ്ടി വരും കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതിലേക്ക് ഒരു കോമ്പിനേഷനായിട്ട് ഈ ഒരു ക്രോപ്പ് ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ട് 2 പേർക്കും, അതായത് നമസ്വിക്കും ഇഷാനിക്കും ഒരു ക്രോപ്പ് ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൗവ് ഷെയ്ഡാണ്. ലാവൻഡർ മൗവ് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് വരണ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതോ ലൈലാക്കോ, കളറിൻ്റെ പേരൊന്നും അങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. എന്തായാലും 160 165 രൂപയാണ് ഈ തുണിയുടെ റേറ്റ്. 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. 44 ഇഞ്ച് വൈഡ് വിടുത്തുള്ള തുണിയാണ് കേട്ടോ. അതിനകത്തൊരു സീക്വൻസ് ലൈൻ പോയിട്ടുണ്ട്.
രസമുള്ളൊരു തുണിയാണ്. നോക്കട്ടെ, ചിലപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. ബ്ലൗസ് തുന്നി ഇഷ്ടമായിട്ട് എടുത്താണ്. ഞാനിപ്പോൾ ഇത് എടുത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ആലോചിക്കുന്നത്, ഓക്കെ നമ്മൾ മുന്നേ തുന്നിയ പട്ടുപാവാടയും ഈ ഒരു ലാവൻഡർ ഈ ഷെയ്ഡിലോട്ട് പോകുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീനോ ഡാർക്ക് ബ്ലൂവോ ഒക്കെ ചൂസ് ചെയ്യാമായിരുന്നു. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്താണ് പെട്ടെന്ന്, ഓരോന്നിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു തുണിയുടെ കാര്യം. പിന്നെ ഇതിലെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, എങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ആ നമ്പർ പിൻ ചെയ്തേക്കാം കേട്ടോ. ജിൻസ് എന്നാണ് അവിടുത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ചേട്ടൻ്റെ പേര്. അത് ഓണറാണോ കോർഡിനേറ്റ് ചെയ്യുന്ന ചേട്ടനാണോ എന്നുള്ളത് അറിയില്ല. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മെറൂണിൽ ഇങ്ങനെ പ്രിൻ്റ് വരുന്ന സെൽഫ് ബ്രൊക്കേഡ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, ഇതാണ്. ഇതിന് 125 രൂപ എന്താണ് റേറ്റ്, 120 ആണെന്ന് തോന്നുന്നു. നോർമലി ഈ തുണിക്ക് ഈ റേറ്റ് തന്നെയാണ് തോന്നുന്നുണ്ട് എല്ലായിടത്തും കേട്ടോ. ഈ ഒരു തുണി ഞാൻ 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ലോങ് ജാക്കറ്റ് പട്ടുപാവാടയുടെ ബ്ലൗസ് അടിക്കാനാണ് ഞാൻ ആ തുണി എടുത്തത് കേട്ടോ. എനിക്ക് 2 പാവാട മുന്നേ തുന്നിയതുണ്ട്, അതിന് 2ലും മെറൂൺ കളർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ലോങ് ബ്ലൗസ് അടിച്ചാൽ 2ഉം പട്ടുപാവാടയും ബ്ലൗസായിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫെജിയിൽ പോയിട്ടുണ്ടായി പറഞ്ഞല്ലോ, ഫെജിയിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ക്രേപ്പ് പേപ്പേഴ്സാണ് കേട്ടോ. ഇത് ഒരു റോളിന് 48 രൂപയാണ്. അങ്ങനത്തെ 1 2 3 4 4 റോള് വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഓണത്തിന് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം തൃക്കാതിരപ്പനെ വെക്കും, ഡെക്കറേറ്റ് ചെയ്തിട്ട് പൂവൊക്കെ ആയിട്ട് വെക്കും. അപ്പോൾ അതിലേക്കുള്ള ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു കത്രിക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കത്രികയുടെ മൂർച്ച ഓൾമോസ്റ്റ് എന്താ പറയുക, അത് നശിച്ചു. കുറച്ചധികം പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കത്രിക താഴെ വീണു. എപ്പോഴും ഞാൻ മറ്റേ ജുപ്പിറ്ററിൻ്റെ ബ്ലാക്ക് സിസേഴ്സാണ് വാങ്ങാറുള്ളത്. അത് നല്ല കോസ്റ്റ്ലിയാണ്. ഓരോ കത്രിക സൈസ് അനുസരിച്ച് 400 450 500 എന്നുള്ള റേറ്റിലാണ് കത്രികയുടെ റേറ്റ് വരാറുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനൊരു ലോക്കൽ കത്രികയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 200 രൂപയാണ് ആ കത്രികയുടെ റേറ്റ്. മറ്റത് വാങ്ങുക നശിക്കുക അങ്ങനെയാണ്. അത് ആക്ച്വലി എൻ്റെ സൂക്ഷിപ്പിൻ്റെ ഗുണം കൊണ്ടാണ് അത് നശിക്കണത് കേട്ടോ. പിന്നെ ഇതായി ഒരു ത്രെഡ് കട്ടർ വാങ്ങിയിട്ടുണ്ട്. മറ്റത് ഗ്രീൻ ടൈപ്പും ഒരു കമ്പിയാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ളത്. ത്രെഡ് കട്ടറിന് 30 രൂപയാണ് കേട്ടോ. അത് നല്ലതായിട്ട് തോന്നി. ഇത് നമസി ഇട്ട് കൊണ്ടുപോയ ക്രോസ് ബോഡി ബാഗാണ്, അതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫെജിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് വർഗീസ് കോർണറിൽ നിന്ന് ഞാൻ പാറ്റേൺ പേപ്പറും 1-2 സംഗതികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കിൽ പൈസ കൊടുത്തിട്ട് ആ ബില്ലും കൊണ്ട് എന്തോ തിരക്കിൽ അപ്പുറത്തെ കടയിൽ കയറാനുള്ള തിരക്കിൽ ഇങ്ങോട്ട് ഓടിയിട്ടോ. സാധനം അവിടെ ഇരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് പോയി എടുക്കണം, തിങ്കളാഴ്ച പോയി എടുക്കണം. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഡബിൾ സൈഡ് ടേപ്പാണ്. അത് ഫെജിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കാജലും ഒരു ലിപ്സ്റ്റിക്ക് എനിക്കും ഒരു ലിപ്സ്റ്റിക്ക് നമസ്വിക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഷെയ്ഡ് 03. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു റെഡ് ഷെയ്ഡാണത്. സ്കൂളിൽ ഓണം പരിപാടിക്ക് കുട്ടിക്ക് ഒന്ന് സുന്ദരിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ ആയിരുന്നു, അത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡാണ്. നമ്മൾ ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിൽ വരുന്ന ആൾക്കാർക്ക് സ്യൂട്ടാവുന്നൊരു ലിപ്സ്റ്റിക്കാണെന്ന് തോന്നിയിട്ടാണ് കേട്ടോ അതെടുത്തത്. ഇതൊക്കെ വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിന് 90 റുപ്പീസ്. ഈ ഇൻസൈറ്റിൻ്റെ ഇതിന് 90 റുപ്പീസേ ഉള്ളൂ. ഇതൊരു കുറച്ച് ബ്രൈറ്റ് ഓറഞ്ച് റെഡ് എന്നുള്ള പോലത്തെ ഷെയ്ഡാണ്. നമസ്ക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതെടുത്താണ്. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എല്ലായിട്ടും കുട്ടീനെ വിടണേ. അപ്പോൾ ഓണം പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നീ ഇടണ്ട എന്നൊന്നും പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഒക്കേഷണലി ഇട്ട് കൊടുക്കാൻ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഒരു കാജൽ വാങ്ങിയിട്ടുണ്ട്. അതും ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. 8 മണിക്കൂർ സ്മഡ്ജ് ഫ്രീ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതിനും ഒരു 100 രൂപയേ ഉള്ളൂ കേട്ടോ. ഡിസ്കൗണ്ടിലാണെന്ന് തോന്നുന്നു 100 രൂപ. അപ്പോൾ അത്രയൊക്കെ സംഗതികളാണ് നമ്മൾ ഇന്നലത്തെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക.
വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയാം. തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ക്വീൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ത്രെഡ് സിറ്റിയുടെ ബാക്കിൽ മൈലാഞ്ചി സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ വളരെ അടുത്തുള്ള ചെറിയ ഷോപ്പാണ് കേട്ടോ SJ ഡിസൈൻസ് ഫോർ റണ്ണിങ് മെറ്റീരിയൽസ്. ഓക്കെ, പിന്നെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ച കാര്യം. അവർ അയച്ചു കൊടുക്കും. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, തിരക്കായതുകൊണ്ട് മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്